ഹലോ എവരിവൺ, പ്രിഫേസ് സ്റ്റഡിയുടെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് +2 ഫിസിക്സിലെ 5ാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിലെ 4ാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം ആണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലും ഇതുപോലെ ഒരു ഗോസസ് ലോ കണ്ടതാണ്. അത് ഇലക്ട്രോസ്റ്റാറ്റിക്സുമായി ബന്ധപ്പെട്ട് പറയുന്നൊരു ലോ ആണ്. എന്താണ് ആ ലോ പറഞ്ഞത്? അതായത് ഒരു ക്ലോസ്ഡ് സർഫസ് എടുത്താൽ ആ ക്ലോസ്ഡ് സർഫസിനുള്ളിലെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ആ ക്ലോസ്ഡ് സർഫസിനുള്ളിലെ നെറ്റ് ചാർജിന്റെ 1/ε0 ടൈംസ് ആയിരിക്കും എന്നതായിരുന്നു നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച ആ ഗോസസ് ലോ പറഞ്ഞത്. ഓക്കെ, ഇത് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിൽ ഗോസസ് ലോ ആണ്. ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം പറയുന്നത് ഇത്രയേ ഉള്ളൂ: ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈ 0. ഒരു ക്ലോസ്ഡ് സർഫസ് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ആ ക്ലോസ്ഡ് സർഫസിനുള്ളിലെ മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ എടുത്തു നോക്കിയാൽ, നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ എടുത്തു നോക്കിയാൽ അത് 0 ആയിരിക്കും എന്നൊരു ചെറിയ കാര്യമാണ് ആര് പറയുന്നത്? ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. മാഗ്നറ്റിസം എന്ന ടോപ്പിക്കിൽ വരുമ്പോഴുള്ള ഗോസസ് ലോ ആണിത്. അപ്പോൾ മാഗ്നറ്റിസം എന്ന ടോപ്പിക്കിൽ വരുന്ന ഗോസസ് ലോ പറയുന്നത് ഇത്രയേ ഉള്ളൂ: ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈ 0. ഒരു ക്ലോസ്ഡ് സർഫസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ക്ലോസ്ഡ് സർഫസിനുള്ളിലെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ക്ലോസ്ഡ് ഇന്റഗ്രൽ B.ds = 0 എന്നതാണ് നമ്മുടെ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം പറയുന്നത്. എന്താണെന്ന് ക്ലിയർ ആവാൻ വേണ്ടി ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു മാഗ്നറ്റ് എടുക്കുക, അതിലെന്തുണ്ട്? നോർത്ത് സൗത്ത് പോൾ ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് എവിടെ മുതൽ എവിടേക്കാണ് പോകുന്നത്? നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിലേക്കാണ് അതിന്റെ ഡയറക്ഷൻ. എന്നാൽ മാഗ്നറ്റിന്റെ ഉള്ളിൽ നമ്മൾ നോക്കിയാൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും. ആ കാര്യം കൂടെ ഒന്ന് ഇതുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചേക്കാം. ഈ ലൂപ്പ് നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിലേക്ക് എത്തി എൻഡ് ചെയ്യുന്നില്ല, പകരം ഈ മാഗ്നറ്റിന്റെ ഉള്ളിൽ കൂടി കടന്ന് സൗത്തിൽ നിന്ന് വീണ്ടും നോർത്തിൽ വന്ന് ഇവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആണെന്നൊക്കെ നമ്മൾ അവിടെ പറഞ്ഞാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഒരു മാഗ്നറ്റിന് ചുറ്റും ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിലേക്കാണ്, മാഗ്നറ്റിന് വെളിയിൽ. ഓക്കെ, മാഗ്നറ്റിന് വെളിയിൽ നമ്മൾ നോക്കിയാൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ അതുപോലെ മറ്റൊരു ഫീൽഡും കൂടെ ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പൊ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് ഈ രണ്ട് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടം വെച്ചൊരു ക്ലോസ്ഡ് സർഫസ് ഞാൻ മെൻഷൻ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഈ ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിൽ നോക്കിയാൽ അറിയാം, ഇവിടെ നിന്ന് രണ്ട് ഫ്ലക്സ് ഈ നോർത്ത് നിന്ന് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ക്ലോസ്ഡ് സർഫസിനുള്ളിൽ രണ്ട് ഫ്ലക്സ് എന്ത് ചെയ്യുന്നുണ്ടോ? ആ ക്ലോസ്ഡ് സർഫസിന് വെളിയിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ അതേ ഫ്ലക്സ് തന്നെയാണ് ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്ലോസ്ഡ് ലൂപ്പ് പരിഗണിച്ചാൽ ഇവിടെ നിന്ന് പോകുന്ന ഫ്ലക്സ് ഇവിടെ വന്ന് എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നെറ്റ് ഫ്ലക്സ് നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് പോയ അതേ ഫ്ലക്സ് തന്നെയാണ് ഇവിടെ വന്നത്. അപ്പൊ രണ്ട് ഫ്ലക്സ് ഇവിടുന്ന് പോയാൽ രണ്ട് ഫ്ലക്സ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യും. ഇവിടുന്ന് രണ്ട് ഫ്ലക്സ് പോയാൽ ഇവിടുന്ന് രണ്ട് ഫ്ലക്സ് വന്ന് ജോയിൻ ചെയ്യും. അപ്പൊ നെറ്റ് ഫ്ലക്സ് എടുക്കുമ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഇവിടെ ഇവിടുന്ന് ഇപ്പോൾ 3 ഫ്ലക്സ് എൻ്റർ ചെയ്തു, ഇവിടെ 2 ഫ്ലക്സ് മാത്രമേ വന്നുള്ളൂ എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം 3 ഫ്ലക്സ് ഇവിടുന്ന് എൻ്റർ ചെയ്യുകയാണെങ്കിൽ 3 ഫ്ലക്സും ഇവിടെ വന്ന് അവസാനിക്കണം. 3 ഫ്ലക്സും ഇവിടുന്ന് പോവുകയാണെങ്കിൽ 3 ഫ്ലക്സും ഇവിടെ വന്ന് അവസാനിക്കണം. അതായത് നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് എടുക്കുകയാണെങ്കിൽ അത് 0 ആയിരിക്കും. അപ്പോൾ ക്ലോസ്ഡ് ലൂപ്പ് എടുക്കുകയാണെങ്കിൽ അതിനുള്ളിലെ മാഗ്നറ്റിക് ഫ്ലക്സ്, നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 0 ആണ് എന്നൊരു ചെറിയ കാര്യമാണ് ആര് പറയുന്നത്? ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യം ക്ലിയർ ആയി എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്: എർത്ത്സ് മാഗ്നറ്റിസം. എന്താണ് എർത്ത്സ് മാഗ്നറ്റിസം പറയുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ഭൂമിക്ക് ഒരു മാഗ്നറ്റിക് പവർ അല്ലെങ്കിൽ മാഗ്നറ്റിക് എഫക്റ്റ് വന്നത് എന്ന കാര്യം നമുക്ക് നോക്കാം. Source of Earth's magnetism. This is due to the motion of metallic fluids such as metallic iron and nickel in the core of Earth. നമുക്കറിയാം, നമ്മുടെ എർത്തിനെയൊക്കെ പലതായിട്ട് ഭാവിച്ചുകൊണ്ട് ക്രസ്റ്റ്, മാൻഡിൽ, കോർ എന്നൊക്കെ നമ്മൾ കൊച്ചിലെ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എർത്തിന്റെ കോർ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ആ എർത്തിന്റെ കോറിനുള്ളിൽ എന്തൊക്കെയുണ്ട്? മെറ്റാലിക് അയണും നിക്കലും എന്ത് ഫോമിലാണ്? മെറ്റാലിക് ഫ്ലൂയിഡ് രൂപത്തിലാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ കോറിനുള്ളിൽ മെറ്റാലിക് ഫ്ലൂയിഡ് ആയിട്ട് എന്തൊക്കെയുണ്ട്? മെറ്റാലിക് അയണും നിക്കലും ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ എർത്ത് എന്ത് ചെയ്യാണ്? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ മെറ്റാലിക് ഫ്ലൂയിഡ്സും എന്ത് ചെയ്യും? അതിനൊരു മൂവ്മെന്റ് ഉണ്ടാകും. അങ്ങനെ ഈ മെറ്റാലിക് ഫ്ലൂയിഡ്സ് മൂവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും? അവിടെ ഒരു മാഗ്നറ്റിക്
മാഗ്നറ്റിസം അവിടെ ഉണ്ടാവും, മാഗ്നറ്റിക് എഫക്റ്റ് അവിടെ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ എർത്തിന് ഒരു മാഗ്നറ്റിക് പവർ അല്ലെങ്കിൽ മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടായത് എന്ന് നോക്കാം. നമ്മുടെ എർത്ത് ഇതാണ് കൺസിഡർ ചെയ്യുക, നമ്മുടെ എർത്ത് ഇതാണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ എർത്തിന് എന്തുണ്ട്? നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട് അല്ലേ, നമുക്കറിയാവുന്ന കാര്യമാണ്. എർത്തിന് എന്തുണ്ട്? നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. ഞാൻ ആ നോർത്ത് പോളിനെ എന്തെന്ന് വിളിക്കുകയാണ്? ജിയോഗ്രഫിക് നോർത്ത് എന്നും ആ സൗത്ത് പോളിനെ എന്തെന്ന് വിളിക്കുകയാണ്? ജിയോഗ്രഫിക് സൗത്ത് എന്നും വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ നോർത്ത് പോളിനെ അല്ലെങ്കിൽ ജിയോഗ്രഫിക് നോർത്തിനെയും ജിയോഗ്രഫിക് സൗത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഇമാജിനറി ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ആ ഇമാജിനറി ലൈൻ അല്ലെങ്കിൽ ഇമാജിനറി ആക്സിസിനെ വിളിക്കുന്ന പേരെന്താണ്? ജിയോഗ്രഫിക് ആക്സിസ് എന്നാണ്. ഓക്കെ, നോർത്ത് പോളിനെ നമ്മൾ ജിയോഗ്രഫിക് നോർത്ത് എന്ന്, സൗത്ത് പോളിനെ ജിയോഗ്രഫിക് സൗത്ത് എന്ന് വിളിക്കും. ഈ ജിയോഗ്രഫിക് നോർത്തിനെ ജിയോഗ്രഫിക് സൗത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഇമാജിനറി ലൈൻ വരച്ചാൽ ഈ ഇമാജിനറി ലൈൻ അല്ലെങ്കിൽ ഈ ഇമാജിനറി ആക്സിസിനെ പറയുന്ന പേരെന്താണ്? ജിയോഗ്രഫിക് ആക്സിസ് എന്നാണ് പറയുന്നത്. ജിയോഗ്രഫിക് ആക്സിസ് എന്നായിരിക്കും അതിനെ പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ഈ ജിയോഗ്രഫിക് നോർത്തിനോട് ചേർന്ന് തന്നെ മാഗ്നറ്റിക് നോർത്തും കാണാം. അതുപോലെ ജിയോഗ്രഫിക് സൗത്തിനോട് ചേർന്ന് മാഗ്നറ്റിക് സൗത്ത് പോളും കാണും. അപ്പോൾ ജിയോഗ്രഫിക് നോർത്തിനോട് ചേർന്ന് എന്ത് കാണും? മാഗ്നറ്റിക് നോർത്തും അതുപോലെ ജിയോഗ്രഫിക് സൗത്തിനോട് ചേർന്ന് മാഗ്നറ്റിക് സൗത്തും കാണും. ഓക്കെ, അപ്പോൾ ഈ മാഗ്നറ്റിക് നോർത്തിനെ മാഗ്നറ്റിക് സൗത്തിനെ എന്ത് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഇമാജിനറി ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ ഈ റെഡ് കളറിൽ കാണിച്ചിട്ടുള്ള ഈ ആക്സിസിനെ വിളിക്കുന്ന പേരെന്താണ്? മാഗ്നറ്റിക് ആക്സിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ രണ്ട് ആക്സിസുകൾ പഠിച്ചു. ഒന്ന് ജിയോഗ്രഫിക് നോർത്തിനെ ജിയോഗ്രഫിക് സൗത്തിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇമാജിനറി ലൈൻ, ഈ ലൈൻ വയലറ്റ് കളറിൽ കാണിച്ചിട്ടുള്ള ഈ ലൈൻ, അതിനെ പറയുന്ന പേരാണ് ജിയോഗ്രഫിക് ആക്സിസ് എന്ന് പറയുന്നത്. എന്നാൽ മാഗ്നറ്റിക് നോർത്തിനെ, ഇതാണ് മാഗ്നറ്റിക് നോർത്ത്, അതുപോലെ മാഗ്നറ്റിക് സൗത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഈ ലൈൻ അല്ലെങ്കിൽ ഈ ആക്സിസിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ആക്സിസ്. ഒരിക്കലും ജിയോഗ്രഫിക് ആക്സിസും മാഗ്നറ്റിക് ആക്സിസും ഒരേ ലൈനിൽ തന്നെ വരത്തില്ല. ഈ ജിയോഗ്രഫിക് ആക്സിസിൽ നിന്നും ഒരു ആംഗിൾ മാറിയായിരിക്കും മാഗ്നറ്റിക് ആക്സിസ് ഉള്ളത് എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ജിയോഗ്രഫിക് മെറിഡിയൻ എന്ന് നോക്കാം. ഞാൻ പറഞ്ഞു ഈ ജിയോഗ്രഫിക് നോർത്തിനെയും ജിയോഗ്രഫിക് സൗത്തിനെയും കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഒരു ലൈനാണെന്ത്? ജിയോഗ്രഫിക് ആക്സിസ് എന്ന് പറയുന്നത്. ഇനി ഈ ജിയോഗ്രഫിക് നോർത്തിനും ജിയോഗ്രഫിക് സൗത്തിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ ആണെങ്കിൽ, ഒരു പ്രതലമാണെങ്കിൽ ആ പ്രതലം അല്ലെങ്കിൽ ആ പ്ലെയിനെ പറയുന്ന പേരാണ് ജിയോഗ്രഫിക് മെറിഡിയൻ. ക്ലിയർ ആണോ? അതായത് ജിയോഗ്രഫിക് നോർത്തിലൂടെയും ജിയോഗ്രഫിക് സൗത്തിലൂടെയും പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ, ആ പ്രതലം, അതിനെ പറയുന്ന പേരാണ് ജിയോഗ്രഫിക് മെറിഡിയൻ. എ വെർട്ടിക്കൽ പ്ലെയിൻ passing through the geographic north and geographic south pole is called geographic meridian. Geographic northil കൂടിയും geographic north ഇതാണ്, geographic south ഇതാണ്. ഈ geographic northil കൂടിയും geographic southil കൂടിയും പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ, പ്രതലം, ആ പ്ലെയിനെ വെർട്ടിക്കൽ പ്ലെയിനെ വിളിക്കുന്ന പേരാണെന്ത്? ജിയോഗ്രഫിക് മെറിഡിയൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് മെറിഡിയൻ എന്തായിരിക്കും? A vertical plane passing through the magnetic axis of freely suspended magnet is called magnetic meridian. അതായത് നമ്മൾ ഇപ്പോൾ എർത്തിൽ സർഫസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മാഗ്നറ്റ് സസ്പെൻഡ് ചെയ്യാണ്. ആ മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്തും തമ്മിൽ പാസ് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ആയിരിക്കും എന്ത്? മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്തും തമ്മിൽ, ആ മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്തിൽ കൂടിയും പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ ആണെന്ത്? മാഗ്നറ്റിക് മെറിഡിയൻ എന്ന്. ഓക്കെ, മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത്. മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് നോക്കിയാൽ അതിൽ 3 പേരാണുള്ളത്. ഒന്നാമത്തെ ആള് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ, അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ശ്രദ്ധിക്കുക, സ്മോൾ ലെറ്റർ ഡി ആണ്. രണ്ടാമത്തത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്പ് എന്നും പറയും. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്പ് എന്നും പറയും. മൂന്നാമത്തത് ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ, അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ ഡി ആണ്. ഒന്നാമത്തെ ആൾ ആരാണ്? ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ, അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ ഡി ആണ്. അപ്പോൾ എന്താണ് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ എന്ന് നോക്കാം. ഇതിന് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. അതിനെ ഞാൻ ജിയോഗ്രഫിക് നോർത്ത് എന്നും ജിയോഗ്രഫിക് സൗത്ത് എന്നാണ് ഞാൻ വിളിക്കുന്നത്. ആ ജിയോഗ്രഫിക് നോർത്തിനെയും ജിയോഗ്രഫിക് സൗത്തിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ആക്സിസ് ഉണ്ട്. ഈ ആക്സിസിനെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? ജിയോഗ്രഫിക് ആക്സിസ് എന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ പഠിച്ചത് എന്താണ്? ഈ മാഗ്നറ്റിക് നോർത്തിനെയും മാഗ്നറ്റിക് സൗത്തിനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ ഉണ്ട്. ഈ ആക്സിസിന് എന്തായിരുന്നു പറഞ്ഞത്? ഈ ആക്സിസിന് എന്തായിരുന്നു പറഞ്ഞത്? ഈ ആക്സിസിനെ പറഞ്ഞ പേര് മാഗ്നറ്റിക് ആക്സിസ് ആണ്. അപ്പൊ ഇത് ജിയോഗ്രഫിക് ആക്സിസ്, ഇത് മാഗ്നറ്റിക് ആക്സിസ്. അപ്പൊ ഈ ജിയോഗ്രഫിക് ആക്സിസും മാഗ്നറ്റിക് ആക്സിസും തമ്മിൽ നോക്കിയാൽ ഇവിടെ ഒരു ആംഗിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ മാത്രമല്ല, ഇവിടെ ഉണ്ട് ഒരു ആംഗിൾ. അപ്പോ ഈ ജിയോഗ്രഫിക് ആക്സിസും മാഗ്നറ്റിക് ആക്സിസും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ, ഇവിടെ
ഞാൻ പറഞ്ഞു ഒരിക്കലും ജിയോഗ്രഫിക് ആക്സിസും മാഗ്നറ്റിക് ആക്സിസും ഒരേ ലൈനിൽ വരത്തില്ല. അതൊരു ആംഗിൾ മാറിയായിരിക്കും. മാഗ്നറ്റിക് ആക്സിസ് ജിയോഗ്രഫിക് ആക്സിസ് എന്നൊരു ആംഗിൾ മാറിയായിരിക്കും നിൽക്കുന്നത്. ആ ആംഗിളിനെ പറയുന്ന പേരാണ് എന്ത്? ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്. അതായത് മാഗ്നറ്റിക് ആക്സിസും ജിയോഗ്രഫിക് ആക്സിസും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ, ആ ആംഗിൾ തീറ്റ ആണെങ്കിൽ ആ ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ആംഗിൾ ബിറ്റ്വീൻ ജിയോഗ്രഫിക് മെറിഡിയൻ, ഇതാണ് ജിയോഗ്രഫിക് മെറിഡിയൻ, ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ ഇതാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ആംഗിൾ ആണ്. ഈ ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ. അതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ ഡി ആണെന്ന് ഓർക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഡിപ്പ്. ആംഗിൾ ഓഫ് ഡിപ്പ് എന്നും പറയും. ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറയും. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ എർത്തിന്റെ സർഫസിൽ നിന്നിട്ട് നമ്മൾ നിൽക്കുന്ന എർത്തിന്റെ സർഫസിലാണ്. അപ്പൊ നമ്മൾ ഒരു മാഗ്നറ്റിനെ ഒന്ന് സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ മാഗ്നറ്റ് ഇത് ഇങ്ങനെ അലൈൻ ചെയ്യും. അതായത് എർത്തിന്റെ മാഗ്നറ്റിക് നോർത്തിനോട് ചേർന്ന് മാഗ്നറ്റിന്റെ സൗത്ത് പോളും നിൽക്കും, ഇതുപോലെ നിൽക്കും. അതുപോലെ എർത്തിന്റെ മാഗ്നറ്റിക് സൗത്തിനോട് ചേർന്ന് മാഗ്നറ്റിന്റെ നോർത്ത് പോളും നിൽക്കും. അപ്പൊ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും നിൽക്കുന്നത്. ഇവിടെ സൗത്ത് നോർത്ത് ആയിരിക്കും, എന്നാൽ എർത്ത് നോർത്ത് സൗത്ത് ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിൽ നിന്നും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റ് എന്തായിരുന്നാലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്കറിയാം. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാഗ്നറ്റിന്റെ ഉള്ളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എങ്ങോട്ടായിരിക്കും? സൗത്ത് നിന്ന് നോർത്തിലേക്കായിരിക്കും. എന്നാൽ മാഗ്നറ്റിന്റെ ഔട്ട് സൈഡോ നോർത്ത് നിന്ന് സൗത്തിലേക്കായിരിക്കും. അതിങ്ങനെയാണ്, നോർത്ത് നിന്ന് സൗത്തിലേക്കായിരിക്കും ഔട്ട് സൈഡ് എങ്കിൽ, ഇൻസൈഡ് വരുമ്പോൾ സൗത്ത് നിന്ന് നോർത്തിലേക്കായിരിക്കും. അപ്പോൾ ഇൻസൈഡ് ആണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇൻസൈഡ് എങ്ങനെയാണ്? സൗത്ത് നിന്ന് നോർത്ത് ആണ്. ഇൻസൈഡ്, ഔട്ട് സൈഡ് നോർത്ത് നിന്ന് സൗത്ത്, ഇൻസൈഡ് നോക്കുകയാണെങ്കിൽ സൗത്ത് നിന്ന് നോർത്ത് ആണ്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഒരു വെക്ടർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഹൊറിസോണ്ടൽ കോമ്പോണന്റും ഒരു വെർട്ടിക്കൽ കോമ്പോണന്റും നമുക്ക് കിട്ടും. ഇതൊരു ഹൊറിസോണ്ടൽ കോമ്പോണന്റ്, ഇത് വെർട്ടിക്കൽ കോമ്പോണന്റ്. അപ്പോൾ വെർട്ടിക്കൽ കോമ്പോണന്റിനെ വെർട്ടിക്കൽ കോമ്പോണന്റ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ വെർട്ടിക്കൽ കോമ്പോണന്റ് അതിനെ BV എന്ന് കൊടുത്തു. വെർട്ടിക്കൽ ഇസ് ഈക്വൽ ടു B sin തീറ്റ എന്ന് നമുക്ക് കിട്ടി. അതുപോലെ ഹൊറിസോണ്ടൽ കോമ്പോണന്റിന്റെ എന്താണ്? BH, ഹൊറിസോണ്ടൽ കോമ്പോണന്റ് BH ഇസ് ഈക്വൽ ടു B cos തീറ്റ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ ഹൊറിസോണ്ടൽ കോമ്പോണന്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്, ഈ ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ഡിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു മാഗ്നറ്റ് സസ്പെൻഡ് ചെയ്തു. ആ മാഗ്നറ്റിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ സൗത്ത് നിന്ന് നോർത്തിലേക്കാണ്. ഇൻസൈഡ് ദ മാഗ്നറ്റ് സൗത്ത് നിന്ന് നോർത്തിലേക്കാണ് ഡയറക്ഷൻ. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഈ ഡയറക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക? രണ്ടായിട്ടൊന്ന് റിസോൾവ് ചെയ്തു. അപ്പോൾ എനിക്ക് B sin തീറ്റ എന്നും B cos തീറ്റ എന്നും രണ്ട് ഇത് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ്, അതായത് ഇതാണ് ഹൊറിസോണ്ടൽ കോമ്പണന്റ്, ഈ ഹൊറിസോണ്ടൽ കോമ്പണന്റും ഈ മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ, അതിനെ പറയുന്ന ഈ ആംഗിളിനെ പറയുന്ന പേരാണെന്ത്? ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ അഥവാ ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് B and its horizontal component ഇതാണ്. ഓക്കെ, ഹൊറിസോണ്ടൽ കോമ്പണന്റ് മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ആണെന്ത്? ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ഇത് മാഗ്നറ്റിന്റെ കേസിലാണ്. എർത്തിന്റെ കേസിൽ വരുമ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, നോർത്ത് സൗത്ത് ആണ്. മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കുകയാണെങ്കിൽ, നമ്മൾ മാഗ്നറ്റിന് നമുക്കറിയാം നോർത്ത് നിന്ന് സൗത്തിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. എന്നാൽ നമ്മൾ എർത്തിന്റെ കാര്യം പറയുമ്പോൾ സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് ഓർക്കുക. അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. അതായത് മാഗ്നറ്റിന്റെ കാര്യം പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത് നോർത്ത് നിന്ന് സൗത്തിലേക്കായിരിക്കും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നോർത്ത് നിന്ന് സൗത്തിലേക്കായിരിക്കും. എന്നാൽ എർത്തിന്റെ മാഗ്നറ്റിക് എഫക്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ, എർത്തിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ എർത്തിന്റെ സൗത്തിൽ നിന്നും നോർത്തിലേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഇതാണ്. അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ബിയും അതുപോലെ അതിന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണെന്ത്? തീറ്റ. ഈ ആംഗിളിനെ പറയുന്ന പേരാണെന്ത്? ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ അഥവാ ഡിപ്പ് എന്ന് പറയും. മൂന്നാമത്തെ കാര്യം ഹൊറിസോണ്ടൽ കോമ്പണന്റ് BH. ഇത്രയും പഠിച്ചപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്താണെന്ന് അറിയാം. ഇതാണ് ഈ നമ്മൾ ഈ രണ്ടായിട്ട് റിസോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഈ കോമ്പോണന്റ്, ഈ ഹൊറിസോണ്ടൽ കോമ്പണന്റ്, ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് BH എന്ന് പറയുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണന്റ് BH എന്താണെന്ന് മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക.
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുന്നതോടുകൂടി ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ ലഭിക്കുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.